ഹലോ നമസ്കാരം. നമ്മുടെ പല ആളുകളുടെയും റേഷൻ കാർഡ് നീല വെള്ള കാർഡുകളായിരിക്കാം. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് ചുവപ്പ് അതല്ലെങ്കിൽ BPL കാർഡുകൾക്ക് മാറ്റാൻ കഴിയാത്തത്. ഉദാഹരണമായി 1000 സ്ക്വയർ ഫീറ്റിൽ കുറച്ചധികം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു കാറ് ഉണ്ടാവുക. ചിലപ്പോൾ പ്രായമുള്ള ആളുകളായിരിക്കാം വീട്ടിലുള്ളത്. അവർ ഹോസ്പിറ്റൽ കേസിനോ മറ്റോ ഒരു കാറ് വാങ്ങിയിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ 1-2 റൂമുകൾ AC വെച്ചിട്ടുണ്ടാകും. എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡ് ചിലപ്പോൾ വെള്ള അതല്ലെങ്കിൽ നീല കാർഡുകളായിരിക്കാം. ഇത്തരം ആളുകൾക്ക് BPL കാർഡിലേക്ക്, അതായത് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള ഒരു അവസരമാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട് വെറും 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1100 അതല്ലെങ്കിൽ 1150 സ്ക്വയർ ഫീറ്റ് മാത്രമായിരിക്കാം അധികമുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലുള്ള വെള്ള അതല്ലെങ്കിൽ നീല റേഷൻ കാർഡ് BPL കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ മാറ്റാം. അത് എങ്ങനെ മാറ്റാം, അതല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ടുള്ള എന്ന ക്രൈറ്റീരിയ? പുതിയ സർക്കാർ വന്നപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. 9 വർഷം മുൻപായിരുന്നു ഇതിനു മുൻപ് വന്ന മാറ്റം. അതിനുശേഷം ഇപ്പോഴാണ് പുതുതായി മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതെന്തെല്ലാമാണ്? ആർക്കെല്ലാം നീല വെള്ള റേഷൻ കാർഡുകൾ മാറ്റി ചുവപ്പ് അതല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റേഷൻ കാർഡ് ഏത് കാറ്റഗറിയാണ്, APL ആണോ BPL ആണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ പ്രധാനപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടുള്ളത് മാറ്റം വന്നു എന്നത്. പല ആളുകളും ചിലപ്പോൾ ആ വീട്ടിൽ ഏക വരുമാന സോഴ്സായിട്ടുള്ള ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുകയും അവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം വെറും വീട്ടിലേക്ക് മാത്രം ഉൾപ്പെടുത്തി, അതായത് വലിയൊരു വീട് വെച്ച് 1200 1100 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി പിന്നീട് അവർക്ക് ജോലി നഷ്ടപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അവർക്ക് മറ്റൊരു ഇൻകം ഇല്ലാത്ത അവസ്ഥ, അതായത് വെറും വീട് മാത്രമുള്ള. അതുപോലെ തന്നെ കടം വാങ്ങിയും അതുപോലെ ലോൺ എടുത്തുമെല്ലാം 1100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റൊക്കെ വീടുണ്ടാക്കിയ പല ആളുകളുമുണ്ട്. ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ BPL കാർഡിലേക്ക് മാറാം. കാരണം നിലവിലുള്ള 1000 സ്ക്വയർ ഫീറ്റ് പരിധി 1200 സ്ക്വയർ ഫീറ്റ് ആക്കുവാൻ പോവുകയാണ്. ഓണത്തിന് മുൻപായി തന്നെ ഈ ഒരു പ്രഖ്യാപനം വരുന്നതാണ്. അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നത് മാറ്റം വരുത്തി 1200 സ്ക്വയർ ഫീറ്റ്. ഇതിനു മുൻപ് 1001 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് റേഷൻ കാർഡ് തരം മാറ്റുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇനി മുതൽ 1200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള എല്ലാ വീടുകൾക്കും ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു കാറുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായിരിക്കാം, അതല്ലെങ്കിൽ 800 cc അതല്ലെങ്കിൽ 1000 cc താഴെയുള്ള കാറുകളായിരിക്കാം. ഏത് കാറായാലും 4 ചക്ര വാഹനമാണ്, ടാക്സി വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡിൽ നിലവിലെ സാഹചര്യത്തിൽ BPLലേക്ക് മാറുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 4 ചക്ര വാഹനമായിട്ടുള്ള കാർ 800 cc അതിന് താഴെയോ ആണെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാവുകയില്ല, അവർക്ക് BPLലേക്ക് മാറാം. ഉദാഹരണമായി മാരുതി 800 അതല്ലെങ്കിൽ ആൾട്ടോ 800, നാനോ കാർ തുടങ്ങിയിട്ടുള്ള ചെറിയ വാഹനങ്ങളും അതുപോലെ പഴയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം ചിലപ്പോൾ ഭിന്നശേഷിക്കാരായ ഏതെങ്കിലും ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരുവാനുമായി കയ്യിലുള്ള പണമോ അതല്ലെങ്കിൽ ലോൺ എടുത്തോ മറ്റോ ചെറിയൊരു കാർ വാങ്ങിയിട്ടുണ്ടാകാം. ഇത്തരം ആളുകൾ റേഷൻ കാർഡിൽ നിന്ന് ചുവപ്പ് ലിസ്റ്റിൽ, അതായത് BPL കാർഡിൽ നിന്ന് മാറി വെള്ള കാർഡിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇത്തരം ആളുകൾക്കും മാറ്റം വരുത്താവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുന്നില്ല എന്ന്. എന്നാൽ പല ആളുകളും ആ ഒരു സ്ഥലം കൃഷിക്കായിട്ടോ അതല്ലെങ്കിൽ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മറ്റൊന്നും ചെയ്യാനാകാതെ വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലങ്ങളോ ആയിരിക്കാം. ഇത്തരം സാഹചര്യത്തിൽ ആ ഒരു ഭൂമിയുടെ സ്ഥിതി നോക്കിയിട്ട് 1 ഏക്കർ എന്ന പരിധി ഒഴിവാക്കി അവർ കൃഷിഭൂമിയാണെന്നെങ്കിലോ അതല്ലെങ്കിൽ കുട്ടനാട് പോലെയുള്ള അത്തരത്തിലുള്ള പ്രദേശമാണെങ്കിലോ അവർക്ക് റേഷൻ കാർഡ് BPL ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് വലിയ ചൂട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വീടുകളിലോ അതല്ലെങ്കിൽ ചെറിയ വീടുകളിലെല്ലാം ചിലപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഇത്തരം അവസരങ്ങളിൽ ചിലപ്പോൾ ആരെങ്കിലും AC വാങ്ങി വെച്ചിട്ട് നൽകുക, അതല്ലെങ്കിൽ സ്വന്തമായി AC വാങ്ങിയിട്ടുണ്ടാവും EMI മറ്റും ഉപയോഗിച്ച്. ഇത്തരം ആളുകളുടെയും റേഷൻ കാർഡും പെൻഷനും എല്ലാം ഇനി മുതൽ അർഹത ഉണ്ടായിരിക്കുന്നതാണ്.
പെൻഷനും ഉടൻ തന്നെ അർഹത ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. ഇത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. നിലവിലെ അവസരത്തിൽ AC ഉള്ള വീടുകളിലും, അതായത് മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് AC എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ റേഷൻ കാർഡ് വെള്ള കാർഡാവുന്നില്ല. അതുപോലെ തന്നെയാണ് 4 ചക്രവാഹനവും 1 ഏക്കർ കൃഷിഭൂമിയും 1000 സ്ക്വയർ ഫീറ്റും അത് മാത്രം ഉൾപ്പെടുന്നില്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം BPL അർഹത ഉണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡ് BPL കാർഡാക്കാവുന്നതാണ്. റേഷൻ കാർഡ് സംബന്ധമായ, അതായത് റേഷൻ കാർഡ് ആളെ ചേർക്കൽ, മരണപ്പെട്ട ആളുകളുടെ പേര് വെട്ടി ഒഴിവാക്കൽ, റേഷൻ കാർഡ് ഓൺഷിപ്പ് മാറ്റൽ, ഒരു റേഷൻ കാർഡിൽ നിന്ന് മറ്റു റേഷൻ കാർഡിൽ ചേർക്കൽ തുടങ്ങി, പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കൽ, ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ള റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും അതുവഴി നിങ്ങൾക്കുള്ള സഹായങ്ങൾ നൽകുന്നതുമാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.